നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ നോക്കി നിർത്തിയിരുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഒരു ബ്രീഫ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞത് ദാറ്റ് ഈസ് ഇപ്പോൾ രണ്ട് സിസ്റ്റം അഡയബാറ്റിക് വാൾസ് സെപ്പറേറ്റ് ഉണ്ട്, പക്ഷെ മൂന്നാമത്തെ സിസ്റ്റം ഈ രണ്ട് സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡയതെർമിക് വാൾസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, ആ മൂന്നും തമ്മിൽ ഇപ്പോൾ എയും ബിയും ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എയും ബിയും എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന സിസ്റ്റവും ദെൻ ബി എന്ന് പറയുന്ന സിസ്റ്റവും. ഓക്കെ, ഒരു ബോക്സ് തന്നിരിക്കുന്ന ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ എയും ബിയും തമ്മിൽ ഒരു അഡയബാറ്റിക് വാൾ. ഓക്കെ, അഡയബാറ്റിക് വാൾ എന്താണ്, ആ വാൾ എന്ന് വെച്ചാൽ എന്താണ്, അഡയബാറ്റിക് വാൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഓക്കെ, ഹൈലി ഒരു ഇൻസുലേറ്റഡ് മെറ്റീരിയലാണ് എന്ത് ചെയ്യുന്നത്, അഡയബാറ്റിക് വാൾസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് വാൾ ആണ് അഡയബാറ്റിക് വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും തമ്മിൽ ശരിക്കും എന്തില്ല, ഒരു പരസ്പര കോണ്ടാക്ട് ഇല്ല. പക്ഷെ മൂന്നാമതൊരു റീജിയൻ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, ദാറ്റ് ഈസ് സി. ഈ എയും സിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബിയും സിയും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഈ എയും ബിയും സിയും എന്താ, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്ത് ചെയ്യും, എത്തും. ഓക്കെ, this means that A and B are also in thermal equilibrium by each other. Okay, normally അവിടെ ഒരു അഡയബാറ്റിക്, ഇപ്പോൾ നമ്മളിപ്പോൾ സി എന്നൊരു റീജിയനോട് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻ കേസ് നമ്മളോട് സി എടുക്കുന്നില്ല. അപ്പോൾ സി എടുക്കാതെ, ഈ സി എന്ന റീജിയൻ എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിന് ജസ്റ്റ് നമ്മൾ സിമ്പിൾ ഇത് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സിമ്പിൾ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ റെഡ് കളർ കാണുന്ന ഒരു അഡയബാറ്റിക് വോളാണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്ത് എന്തില്ല, എയും ബിയും തമ്മിൽ യാതൊരു ഇതുമില്ല. അപ്പൊ എയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ബിയിൽ ചേഞ്ച് വരത്തില്ല, ബിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ എന്തില്ല, എയിലോട്ടും വരത്തില്ല. അവർ തമ്മിൽ എന്താ, ഹൈലി ഇൻസുലേറ്റഡ് ബിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു ടൈമിൽ ഞാൻ ഇതിനെ മാറ്റിയതിനു ശേഷം ഈ ഒരു റീജിയനെ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ വെക്കാൻ പോകുന്ന വാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദാറ്റ് ഈസ് വി ഹാവ് ടു കൺസിഡർ ഡയതെർമിക് വാൾ. അപ്പോൾ ഡയതെർമിക് വാൾ വയ്ക്കുന്ന സമയത്ത് ഇവരെന്താ, ഈ മൂന്നാമത്തെ റീജിയൻ സി, ഇപ്പൊ എയും സിയും തമ്മിൽ ഒരു കണക്ഷൻ വരും, അതേപോലെ തന്നെ ബിയും സിയും തമ്മിൽ വരും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു കണക്ഷൻ വരുന്ന സമയത്ത് ഇവർ മൂന്ന് പേരും എന്താ, ഒരു തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആവും. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പൊ ഇതിനാണ് എന്ത് പറയുന്നത്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, two systems are in thermal equilibrium with the third one they are in thermal equilibrium with each other. Okay, so ഇതാണ് that is a statement for thermal zeroth law of thermodynamics എന്ന് പറയുന്നത്. ഇനി നമുക്ക് സീറോത്ത് ലോയുടെ ബേസിസിൽ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യണം, നമുക്കവിടെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ ബേസിസ് ഓഫ് സീറോത്ത് ലോ. അപ്പൊ എങ്ങനെയാണ് സീറോത്ത് ലോയുടെ ബേസിസിൽ ഈ ഒരു ടെമ്പറേച്ചറിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് മൂന്ന് സിസ്റ്റം ഉണ്ടല്ലോ, എ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, ബി എന്ന സിസ്റ്റം ഉണ്ട്, സി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അപ്പോൾ മൂന്ന് സിസ്റ്റത്തിന്റെ മൂന്ന് ഡിഫറെന്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പറയുന്നത് P1 B1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രഷറും വോളിയവും P1 B1 ആണ്. ദെൻ ബി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ വോളിയം P2 B2 ആണ്. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന റീജിയന്റെ പ്രഷറും വോളിയവും P3 B3 ആണ്. P3 B3. ഇതിപ്പോ മൂന്ന് ടൈപ്പിൽ ഇരിക്കുന്ന സമയത്തുള്ള കേസ് ആണ് പറയുന്നത്. ഇനി ഇവര് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവരുടെ ഈ F1 P1 B1 which is equal to F2 of P2 B2 then which is equal to F3 of P3 B3. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഈ F1 F2 F3 എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ എന്ത് ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്തത്, ജസ്റ്റ് പറയില്ല എന്താണ് ഫംഗ്ഷൻ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇതില് ഈ ഒരു P1 B1 P2 V2 P3 V3, അപ്പൊ ഇത്രയും അവിടെ നമുക്ക് സെയിം ആയിട്ട് വരണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അവിടെ സിമിലർ ആയിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അവിടെ കോൺസ്റ്റന്റ് ആവുന്ന ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഈ ഒരു P1 അല്ലെങ്കിൽ P ഓഫ് F1 B1 എന്ന് പറയുമ്പോൾ എന്താ, F1 ഓഫ് P1 B1 എന്ന് പറയുന്നതിൽ അതെന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്, അവിടെ ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷൻ ഓഫ് P1 B1 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു സിസ്റ്റത്തില് എല്ലാത്തിനും കോൺസ്റ്റന്റ് ആക്കി മാറ്റുന്ന ടേം എന്താണ്, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ. നമുക്ക് മെൻഷൻ ചെയ്യാം എന്താണ് ടെമ്പറേച്ചർ എന്ന്. Hence the system and thermal equilibrium with one another through the property called temperature. Okay, അപ്പോൾ ടെമ്പറേച്ചർ എന്ന പ്രോപ്പർട്ടി ആണ് എന്ത് ചെയ്യുന്നത്, ആ സിസ്റ്റം മൂന്ന് സിസ്റ്റം ഹോൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് എത്തുന്നത്.
The temperature of a system is the property which determine whether or not the system is in thermal equilibrium with each other when brought into contact with the dump. Okay. അപ്പോൾ ടെമ്പറേച്ചർ എന്ന ആ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് എന്ത് പറയാം, ടെമ്പറേച്ചർ ശരിക്കും ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക, കാരണം അത് സീറോത്തുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിൽ വരുന്നതാണ്, സീറോത്തിലുള്ള ഒരു യൂസ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം is the property which determine whether or not the system is in thermal equilibrium with each other when brought into contact with them. Okay, പക്ഷെ ഒരു കണ്ടീഷൻ ആണ് പറയുന്നുണ്ട്, എന്ത് ചെയ്യണം, ഈ മൂന്ന് സിസ്റ്റവും കോണ്ടാക്റ്റിലായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സിസ്റ്റം ഇവിടെ എ എന്ന സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്, അടുത്ത ബി ഇവിടെയാണ്, അടുത്ത സി ഇവിടെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൽ പറയാൻ പറ്റില്ല, കാരണം ഇവർ എന്ത് ചെയ്യണം, ആ മൂന്ന് പേരും കോണ്ടാക്ട് ഉണ്ടാവണം. ഓക്കെ. മൂന്ന് പേരും തമ്മിൽ പരസ്പരം കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അത് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒന്ന് രണ്ട് സിസ്റ്റം എടുത്ത ശേഷം അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ നോക്കുക. ഓക്കെ. ഇതാണ് നമുക്ക് സീറോത്ത് ലായിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ. നമുക്ക് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് ശരിക്കും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീറോത്ത് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ ഇതില് ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ശരിക്കും ഡീൽ ചെയ്യുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ. എനർജിയുടെ ആ ഒരു പാരാമീറ്ററാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾ മിക്കപ്പോഴും ഈ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നല്ല, ഒരുപാട് ഫേക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഫ്രീ എനർജി ജനറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, പെർപെച്വൽ മോഷൻ എന്ന് പറഞ്ഞിട്ട് ഫ്രീ എനർജി ജനറേറ്റർ, അതായത് ജസ്റ്റ് ഇപ്പോൾ ഒരു മോട്ടർ എടുത്ത് വെച്ചിട്ട് രണ്ട് ബ്ലൈഡ് എടുത്ത് വെച്ചിട്ട് ഒരു വയർ കൊടുത്തിട്ട് ബൾബ് കത്തുന്നതായിട്ടും, അതേപോലെ തന്നെ ഒരു CD കുറച്ച് വയർ ചുറ്റിയ ശേഷം വെയിലത്ത് വെച്ചിട്ട് ലൈറ്റ് ചെയ്യുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു ഫൗണ്ടൻ ഒരിക്കലും കട്ടാവില്ല എന്ന രീതിയിൽ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ വരുന്നതായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആ ഒരു വീഡിയോസ് ശരിക്കും അത് ഫേക്ക് വീഡിയോസ് ആണ്. അപ്പൊ അത് ഫേക്ക് വീഡിയോസ് എന്ന് പറയുന്ന മെയിൻ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ നമുക്ക് തെളിവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെയിൻ കൺസെപ്റ്റ് ആണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി എപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുവാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, അത് ശരിക്കും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എന്താണ്, എതിരാണ്. ഓക്കെ. അപ്പൊ അതിന്റെ മെയിൻ എന്ന് വെച്ചാൽ എന്താണ്, ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് അതിന്റെ വർക്കിംഗ് എന്നല്ല പറയുന്നത്, എന്താണ് ആ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് ചെയ്യുന്നത്, അവിടെ അതിനെ ആ ഒരു എവിഡൻസ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ അങ്ങനത്തെ വർക്കിംഗ് നടക്കത്തില്ല, നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇനി എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ദാറ്റ് ഈസ് ദ ഒരു വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, എനർജി കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ. ഒരു വർക്ക് നമുക്ക് നടക്കണമെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം, എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ദ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു എ സിസ്റ്റം capable of doing work, then the quantity of heat absorbed by system will equal to the sum of the increase in internal energy of system and the external work done. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിലോട്ട് അങ്ങോട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുവാണ്. അപ്പൊ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യും, അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വർക്ക് ഡൺ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ശരിക്കും എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അതിന്റെ ഇറ്റ്സെൽഫ് ഒരു ഇന്റേണൽ എനർജി കൂട്ടാൻ, ഇന്റേണൽ എനർജി കൂട്ടാൻ, DU അറിയില്ല, ഇന്റേണൽ എനർജി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി വിത്തിൻ ദ ബോഡി ഈസ് കോൾഡ് ഇന്റേണൽ എനർജി. അപ്പൊ ആ ഒരു ഇന്റേണൽ എനർജി കൂട്ടാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ആ ഒരു എനർജി അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഈ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ഡൺ നടക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ DQ എന്ന് പറയുന്ന ഹീറ്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. DQ എന്ന് പറയുന്ന ഹീറ്റ് ഇവിടെ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ആ DQ എന്ന് പറയുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഒന്നാമത്തെ കേസ് DU മീൻസ് എന്താണ്, ഇന്റേണൽ എനർജി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്റേണൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യുവിന്റെ ടേംസിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, അതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഫോം അല്ലെങ്കിൽ ഡിഫറൻസ് ഫോമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ DQ ഈസ് ഈക്വൽ ടു DU ആണ് ആദ്യം ഒന്നാമത്തെ കേസ്. എന്ത് ചെയ്യും, ഇന്റേണൽ എനർജി റൈസ് ചെയ്യുന്നു. ഇന്റേണൽ എനർജി റൈസ് ചെയ്യുന്ന കൂടെ എന്ത് ചെയ്യും, അവിടെ നമുക്കൊരു എക്സ്റ്റേണൽ വർക്ക് കൂടി കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് DW. ഓക്കെ. അപ്പോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മെയിൻലി പറയുന്നത് ഇതാണ്. ഇനി സിഗ്നിഫിക്കൻസിലാണ് നമുക്ക് വരുന്നത് പെർപെച്വൽ മോഷനും, അതുപോലെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു
കുറച്ച് വീഡിയോസിന്റെ കേസ് കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ വരുന്നത് ഇതിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി ലോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് when a heat is supplied system which is capable of doing work, then the quantity of heat energy is absorbed by the system, which will convert it into the internal energy, അല്ലെങ്കിൽ which is used to increase the internal energy, and also external work is also done by it. Okay, അപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനും അതേപോലെ തന്നെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആദ്യം ഓർക്കേണ്ടത് dQ is equal to du plus dW. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ആ ഒരു ഫസ്റ്റ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഫോം നമ്മൾ ആ dQ du dW ആണ് എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹീറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ കൺസർവേഷൻ ഓഫ് ഹീറ്റ് എനർജി പ്രകാരം എനർജി ക്യാൻ neither be created nor be destroyed. ഓക്കെ, എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നമുക്ക് ഇല്ലാതാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം എനർജി സപ്ലൈ ചെയ്യുന്നു അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് എനർജി എന്ത് ചെയ്യുന്നു? ഡിസിപ്പേറ്റ് ചെയ്ത് പോകാറുണ്ട് പല കേസിൽ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ഒരു ഇലക്ട്രിക്കൽ ബൾബിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു എനർജി ഞാൻ ഇലക്ട്രിക് ബൾബിൽ കൊടുക്കുവാണ്. ഈ ബൾബിൽ ആ എനർജി കൊടുക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് അവിടെ ലൈറ്റ് മാത്രമാണ് കിട്ടേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നു? അത് ഹീറ്റ് എനർജി ആയിരിക്കും കുറച്ച് ലോസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ലൈറ്റ് എനർജി ആയിട്ടും കുറച്ച് ഹീറ്റ് ആയിട്ടും പോകും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? കൺസർവേഷൻ ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യുന്നില്ല? വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ എത്രത്തോളം എനർജി സപ്ലൈ ചെയ്യുന്നു അത്രത്തോളം എനർജി എന്ത് ചെയ്യും? ഏതെങ്കിലുമൊക്കെ ഫോമിലായിട്ട് എന്ത് ചെയ്യും? നമുക്ക് അവിടെ കിട്ടും. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വേറെ രീതിയിൽ എന്ത് ചെയ്യും? പോവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കേസ് നോക്കുക. അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹീറ്റേഴ്സ്, ഇലക്ട്രിക് ഹീറ്റേഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്റേഴ്സിൽ നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഹീറ്റ് എനർജി അല്ലേ വരുന്നത്? ശരിക്കും അവിടെ ഹീറ്റ് എനർജി മാത്രമല്ല, അത് ഏതെങ്കിലും ഒരു റീജിയനിൽ ശരിക്കും എന്ത് ചെയ്യും? ലൈറ്റോടെ എമിറ്റ് ചെയ്യും. ഒന്നുകിൽ അത് IR റീജിയനിലായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും റീജിയനിൽ എന്ത് ചെയ്യും? വേറൊരു ഫോമിൽ ഒരു എനർജി കൂടി അവിടെ എമിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചില പല സിറ്റുവേഷൻസിൽ പല പോസ്റ്റുകൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഹീറ്റേഴ്സിലാണെങ്കിൽ പിന്നെ 100% എനർജി കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം എന്താണ്? ഹീറ്റ് അല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യില്ല, അങ്ങനെയില്ല. അവിടെ എന്താണ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഹീറ്റർ ശരിക്കും ഹീറ്റ് എനർജി മാത്രമല്ല, അവിടെ എന്ത് ചെയ്യും? അത് വേറെ ഏതെങ്കിലും ഫോമിലോട്ടുള്ള ഒരു റേഡിയേഷൻ ആയിട്ട് എന്ത് ചെയ്യും? എനർജി കൂടി അവിടെ എമിറ്റ് ചെയ്ത് വേസ്റ്റ് ആക്കും. ഓക്കെ, അപ്പോൾ 100% എന്ത് ചെയ്യാൻ പറ്റില്ല? എനർജി നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായിരിക്കും? എല്ലായിടത്തും നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യും. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജി കംപ്ലീറ്റ്ലി കൊടുക്കുന്ന എനർജി DQ എന്ന് പറയുന്നത് അത് ഇന്റേണൽ എനർജി കൂട്ടാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ശരിക്കും നമുക്ക് അവിടെ പറയുന്നത് ദാറ്റ് ഈസ് ഈ ഒരു ഫസ്റ്റ് ലോ ഗീവ്സ് ദ എക്സ്പ്രഷൻ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ദ വർക്ക്. ഓക്കെ, ഹീറ്റിനെയും വർക്കിനെയും കുറിച്ച് എന്ത് ചെയ്യുന്നു? നമുക്കിവിടെ ഒരു ഐഡിയ തരുന്നുണ്ട്. ഓക്കെ, ഹീറ്റ് എനർജിയെ കുറിച്ചും അതേപോലെ തന്നെ വർക്ക് ഡണിനെ കുറിച്ചും. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു മീനിങ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കിട്ടുന്നത്. Then this law specifies that heat can only be produced at expenditure of some other forms of energy. This means that we cannot make the machine with a perpetual motion, or we cannot get work without spending energy. Okay, അപ്പോൾ ചില സമയത്ത് ഈ വർക്ക് ഡൺ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഹീറ്റ് ലിബറേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വർക്ക് ഡൺ നടക്കുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് എന്ത് ചെയ്യും? ലോസ് ആയി പോകും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എനർജി മൊത്തത്തിൽ എന്ത് ചെയ്യത്തില്ല? അപ്പോൾ ഇതിപ്പോ D is equal to DQ is equal to du plus W. ഓക്കെ, നമ്മൾ വർക്ക് തിരിച്ചെടുത്ത് എന്ത് കിട്ടും? dW is equal to DQ minus DU. ഇക്വേഷൻ കൂടി കൺവേർട്ട് ചെയ്യാലോ. അപ്പൊ ഈ ഒരു കേസിലൊക്കെ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എന്തൊരു വർക്ക് ചെയ്താലും അവിടെ എനർജി ലോസ് എന്ത് ചെയ്യും? വരും. അങ്ങനെ നമുക്ക് പെർപെച്വൽ മോഷൻ മീൻസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ എനർജി ഒന്നും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ പെർപെച്വൽ മോഷൻ വീഡിയോസ് അടിച്ചു കൊടുത്താൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യും? വീഡിയോസ് കിട്ടും, യൂട്യൂബിലൊക്കെ കിട്ടും, ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് എടുത്ത് നോക്കി നോക്കുക ഈ പെർപെച്വൽ മോഷൻ എന്താണെന്ന് കുറിച്ചിട്ട്. ഓക്കെ, അത് ശരിക്കും എന്ത് ചെയ്തു? ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. പല സയന്റിസ്റ്റും അതിനെ കുറിച്ച് പല ഐഡിയാസും കൊടുത്തിട്ടുണ്ട്, പല മോഡൽസും കൊണ്ടുവന്നു പെർപെച്വൽ മോഷനെ കുറിച്ച്. പക്ഷെ എന്ത് ചെയ്തില്ല? അതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ എങ്കിൽ എന്ത് ചെയ്യും? ഈ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ അവിടെ വയലേഷൻ വരും. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കുക. ഒരിക്കലും പെർപെച്വൽ മോഷൻ എന്ന കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ, ഒരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി സപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എനർജി സപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഹീറ്റ് ആയിട്ട് എനർജി ലോസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലോ ശരിക്കും അവിടെ ഈ ഇന്റേണൽ എനർജി കൂട്ടാനും വർക്ക് ഡൺ നടത്തുന്നു പറയും. പക്ഷെ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുമ്പോൾ എത്രത്തോളം വർക്ക് കിട്ടും, അങ്ങനത്തെ ഒരു മെഷർമെന്റ് ഒന്നും എന്തില്ല, ഇത് നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ആ ഒരു ഐഡിയ മാത്രം. അതായത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ നടത്തണമെങ്കിൽ നമ്മളിവിടെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ വർക്ക് ഡൺ നടത്താൻ പറ്റൂ. അതിനെക്കുറിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു
ലോയിൽ സ്റ്റേറ്റ്മെന്റ് തരുന്നുള്ളൂ. അല്ലാതെ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി കിട്ടും അങ്ങനത്തെ ഒരു മെഷർമെന്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇവിടുന്ന് വരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതൊക്കെയാണ് ആ ഫസ്റ്റ് ലോയുടെ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് dQ is equal to du plus dW ആണ്. ആൻഡ് കോൺസിക്വൻസ് ഒന്നാമത്തെ ഇതാണ് പെർപെച്വൽ മോഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. കാരണം വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ എനർജി കൊടുക്കണം. അടുത്തൊരു കേസാണ് നമുക്ക് അവിടെ ഈ ഒരു ലോ എന്ത് ചെയ്തില്ല, ഇറ്റ് ഡസ് നോട്ട് ഗീവ്സ് ഐഡിയ അബൌട്ട് ഹൗ മച്ച് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു വർക്ക്. എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ഇവിടെ വർക്കായിട്ട് മാറ്റാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഐഡിയ തരുന്നില്ല. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസസ് ആണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസസ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസസ്. അപ്പൊ നമ്മുടെ ഗ്യാസസിന്റെ കേസ് എടുക്കാൻ കാരണം ഈ ഒരു സോളിഡോ ലിക്വിഡോ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഹീറ്റ് ചെയ്താലും അതിന്റെ എക്സ്പാൻഷൻ ഒന്നും വലുതല്ല. ഓക്കെ, ഒരുപാട് ഒരു വലിയൊരു എക്സ്റ്റെൻഡ് ഒരു വലിയ ഡയമെൻഷൻ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, എക്സ്പാൻഷൻ വരത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ നമ്മൾ ലൈൻസ് വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ സ്റ്റീലോ അലുമിനിയം അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരിക്കും ലൈൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ലൈൻസ്. അപ്പൊ അതിലും നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ കണ്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ചൂട് കൂടിയിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ചെറിയൊരു വേരിയേഷൻ അല്ലേ വരുന്നുള്ളൂ, അത്ര ഒരു വലിയൊരു വേരിയേഷൻ ഇലാങ്ങുനേഷൻ ഒന്നും വരത്തില്ല. ഒരു എക്സ്റ്റൻഷൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ, ടെമ്പറേച്ചർ കൂട്ടുന്ന കേസാണ് നമ്മൾ ഇലാങ്ങുനേഷൻ. നിങ്ങൾ S1 പഠിച്ച ആ ഒരു ഇലാങ്ങുനേഷൻ പ്രസ് അതൊന്നുമല്ല പറയുന്നത്, ടെമ്പറേച്ചർ കൂടുമ്പോഴുള്ള കേസിലുള്ള എക്സ്പാൻഷൻ പറയുന്നത്. ഒരു വലിയൊരു എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഒരു ലിക്വിഡിന്റെ കേസിലായാലും സോളിഡിന്റെ കേസിലായാലും അതൊന്നും എന്ത് ചെയ്തില്ല, വലുതായിട്ടൊന്നും ഒരു എക്സ്പാൻഷൻ വരത്തില്ല. പക്ഷെ ഗ്യാസിന്റെ കേസ് അതല്ല. ഗ്യാസിന്റെ കേസ് ഒരു ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാസ് ചേമ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്, ഗ്യാസ് സിലിണ്ടേഴ്സ്. കാരണം ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രഷർ കൂടും, പ്രഷർ കൂടി എന്ത് ചെയ്യും, പെട്ടെന്ന് അത് ബേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് അവിടെ ഈ ഗ്യാസസിന് കൂടുതലാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഈ ഒരു സ്പെസിഫിക് കപ്പാസിറ്റിയെ കൂടുതൽ പറയുന്നത് ഗ്യാസിനാണ്. ഓക്കെ ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ബൈ 1 കെൽവിൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ നമുക്ക് രണ്ട് കേസ് എടുക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ആണ് നമ്മൾ കൂട്ടുന്നത്. അപ്പൊ രണ്ട് കേസിലും ടെമ്പറേച്ചർ കൂട്ടണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ വോളിയത്തിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കാം, പ്രഷറിനെ വേരി ചെയ്യാം. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് പ്രഷർ വേരിയേഷൻ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രഷർ കോൺസ്റ്റന്റ് വോളിയം വേരിയേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഓഫ് ഗ്യാസിൽ രണ്ട് തരത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നാണ് എന്ത്, ദാറ്റ് ഈസ് വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. മറ്റൊരു കേസ് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ വോളിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റൊന്ന് പ്രഷർ കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ദ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് CV എന്ന് പറയും. നിങ്ങൾ ഇത് 12th പഠിച്ചിട്ടുണ്ട്. മേയേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് CP minus CV is equal to R. CP minus CV means the specific capacity at constant pressure minus specific capacity constant volume which is equal to universal gas constant R എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്, മേയേഴ്സ് റിലേഷൻ. ഓക്കെ, അപ്പോൾ അതേ കേസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ നോക്കുന്നത് ഇറ്റ് ഈസ് ദ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഞാൻ SP എന്ന് എടുക്കുവാണ്, SPH എന്ന് എടുത്തു, സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് കോൾഡ് CV എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ, CV. അപ്പോൾ CV എന്ത് പറയാം, CV is defined as the quantity of heat required to rise the temperature of unit mass 1 kilogram of gas through unit temperature. അപ്പോൾ യൂണിറ്റ് കിലോഗ്രാം, അതായത് നമുക്ക് യൂണിറ്റ് മാസ് മീൻസ് 1 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം ഉള്ള ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ 1 കിലോഗ്രാം ഉള്ള ഗ്യാസിനെ എന്ത് ചെയ്യണം, 1 കെൽവിൻ ഡിഗ്രിയിൽ റൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി ഹീറ്റിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, എന്ത് ചെയ്യുന്നു, 1 കിലോഗ്രാം ഉള്ള ഗ്യാസിനെ എന്ത് ചെയ്യണം, 1 കെൽവിനിലോട്ട് എന്ത് ചെയ്യണം, റൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പ്രഷർ ആണ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ നോക്കുക. ഇവിടെ നമുക്ക് വോളിയം കോൺസ്റ്റന്റ് ആണ്, പ്രഷർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വേരി ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ 1 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഗ്യാസിനെ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 കെൽവിനിലോട്ട് എന്ത് ചെയ്തു, റൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് CVയുടെ യൂണിറ്റ് വരുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, ഇതിനെ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ഇനി ഇതില് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി കൺസെപ്റ്റ് ഉണ്ട്. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും.
molar specific heat at the constant volume. ഇതിൽ പറയുന്നത് it is defined as the quantity of heat required to rise the temperature of 1 mole of a gas to 1 Kelvin at a constant volume. അപ്പോൾ നേരത്തെ പറഞ്ഞ കിലോഗ്രാം ബേസിസിൽ ഇപ്പൊ പറഞ്ഞ മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് പറയുമ്പോൾ എന്ത് ചെയ്യുക, ആ 1 കിലോഗ്രാം എടുത്ത് മാറ്റിയിട്ട് അതിന് എന്ത് ചെയ്താൽ മതി, ആ 1 മോളിലോട്ട് മാറ്റിയാൽ മതി. കണ്ടോ, 1 മോൾ. അപ്പോൾ 1 കിലോഗ്രാം ഉള്ള ഗ്യാസിനെ 1 കെൽവിനിലോട്ട് റൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹീറ്റിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇതിപ്പോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രണ്ടിനും ഒരേപോലെ വരുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി സിപിക്കായാലും സിവിക്കും ടേംസ് ഒരുപോലെ വരും. ലാസ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ ആണോ വോളിയം ആണെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, മെൻഷൻ ചെയ്താൽ മതി. അത് മാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ. അപ്പോൾ അത് കിലോഗ്രാം ബേസിസിൽ. ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 മോളുള്ള ഗ്യാസിനെ 1 മോൾ ഓഫ് ഗ്യാസിനെ എന്ത് ചെയ്യുക, 1 കെൽവിനിലോട്ട് റൈസ് ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് മോളാർ സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, കിലോഗ്രാം വന്നിട്ട് എന്ത് ചെയ്താൽ മതി, മോൾസ് കൊടുത്താൽ മതി, ജൂൾ പെർ മോൾ പെർ കിലോഗ്രാം. ഓക്കെ, ഇതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതേപോലെ തന്നെ പ്രഷറിന്റെ കേസ്. പ്രഷറിനാണെങ്കിൽ എന്ത് ചെയ്യുക, സ്പെസിഫിക് ഹീറ്റ് അറ്റ് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, പ്രഷർ എന്തായിരിക്കും, ഇറ്റ് ഈസ് കോൾഡ് CP. അതെന്ത് പറയാം, CP is defined as the quantity of heat required to rise the temperature of unit അല്ലെങ്കിൽ 1 kilogram of a gas to unit temperature 1 Kelvin at a constant pressure. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ റൈസ് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ എന്ത് പറയുന്നത്, ഹീറ്റിനാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് CP അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി മോളാർ ആണ് എന്ത് ചെയ്യുക, ഇപ്പൊ ചെയ്ത പോലെ തന്നെ മോളാർ എന്ത് ചെയ്യും, മോൾസിലോട്ട് മാറ്റിയാൽ മതി. അത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, യൂണിറ്റും ബാക്കി എല്ലാം സിവിക്കും സിപിക്കും എന്താണ്, സെയിം തന്നെയാണ്. അപ്പൊ ഇതിൽ CP മിക്കപ്പോഴും എന്തായിരിക്കും, CP വിൽ ബി ഗ്രേറ്റർ ദാൻ CV ആയിരിക്കും കേട്ടോ. CP എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയത്തിനെക്കാട്ടി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ സീറോത്ത് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു ടെമ്പറേച്ചർ ബേസിസിൽ. അതേപോലെ നെക്സ്റ്റ് കേസിൽ പറഞ്ഞാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ കോൺസിക്വൻസ്, സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ specific heat of gases. Okay, specific heat of gases. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ഇതിൽ ഐസോതെർമൽ പ്രോസസ് എന്താണ്, എന്താണ് ഐസോബാറിക് പ്രോസസ്, ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.